ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സഹായത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ മറ്റാൾക്കാരുടെ സഹായം നിങ്ങൾ തേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ശരിക്കും പേഴ്സണൽ ലൈഫും കരിയറും തമ്മിലൊരു ബാലൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് കരിയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇനി അത് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പ്രമോഷനോ സ്കോളർഷിപ്പോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു കാര്യം നിങ്ങൾ ഈ സമയം ഒരു പക്ഷേ പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായും എന്തു വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ സമയം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം അത് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഓണമാണ്, ചിലപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ തിരക്കുകളും ഒക്കെ ഒരു പക്ഷേ ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു
ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനുമൊക്കെ പറ്റും എന്നൊരു വിശ്വാസമൊക്കെ ഈ സമയം തോന്നുന്നുണ്ട്. പിന്നെ 8 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. വളരെ സ്പീഡിന് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ട്രെസ്സും ഈ സമയം വന്നേക്കാം. നിങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ടതുമായ കുറേയധികം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ഒരു സമയം ഒരു ബിസിനസ് ട്രാവലൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓഫീസ് സംബന്ധമായ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങൾ ഇതുവരെ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് അതിലൊരുപാട് ചീറ്റിംഗ് ഒക്കെ ഉണ്ടായി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അതിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ അതിൽ എന്തെങ്കിലും തരത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് പെയിനും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ആൾ നിങ്ങളുടെ കൂടെ വേണ്ടതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കാൻ തീരുമാനിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. ഈ സമയം നിങ്ങൾക്ക് കുറേയധികം പണികൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസാന ദിവസം ചിലപ്പോൾ ഇന്നായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഓഫീസിൽ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടതായ ഒരുപാട് ജോലികൾ ഉണ്ടാവാം. അപ്പം ഈ ഒരു സമയം തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ എൻഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നിങ്ങളൊരുപാട് സ്ട്രെസ്സൊക്കെ ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രെസ്സിൽ തന്നെ ഇരുന്നാൽ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 10 ഓഫ് വാൺസും 10 ഓഫ് സോഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം എൻഡ് ആകുന്നു എന്നുള്ളതാണ് ഈ 10 ഓഫ് വാൺസും 10 ഓഫ് സോഡ്സും പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഈ സ്ട്രഗിൾ പീരീഡിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സമയമാണ് ഇത്. അപ്പോൾ ഈ ഒരു സമയം പുറത്തിറങ്ങാനുള്ള ആ ഒരു വാതിലും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്നേ ദിവസമോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലോ നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ എൻഡ് ആവുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങളോട് ഒന്ന് എണീക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരു
വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. ശരിക്കും നിങ്ങളുടെ ഈ ഒരു സമയം വളരെ ഭാഗ്യമുള്ള സമയമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുവാനുള്ളൊരു കാര്യം പ്രപഞ്ചശക്തി നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ തീർച്ചയായിട്ടും വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മിസ്സിങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ മിസ്സിങ് ആയിട്ടുള്ള പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. നിങ്ങൾ എന്താണോ ഇല്ലയെന്ന് വിചാരിക്കുന്നത് ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ ബോൾഡായിട്ട് ഇരിക്കാനാണ്. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കുക, ബോൾഡായിട്ടിരിക്കുക, ധൈര്യപൂർവ്വം ഇരിക്കാനാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക, നെഗറ്റീവ് ആകാതെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ലേസിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് ഈ സമയം നിങ്ങൾ ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് വേണ്ടിയതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ഫാമിലിക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങൾ ഈ സമയം ഫിനാൻഷ്യലി വളരെ സക്സസ്സിലേക്ക് എത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാരും വളരെ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് ഇറങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക നഷ്ടം നികത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് മറ്റെവിടെ നിന്നെങ്കിലും ആ ഒരു നഷ്ടം നികത്താനായിട്ട് നിങ്ങൾക്ക് പൈസ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ സമയം നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആലോചിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പൈസയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വളരെയധികം ആലോചിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൈസയെക്കുറിച്ച് ഈ സമയം നിങ്ങൾക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ വിജയിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.